ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ ചായക്കടകളിലൊക്കെ കിട്ടുന്ന എണ്ണപ്പത്തിരി. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള പലഹാരമാണ് എണ്ണപ്പത്തിരി. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 1 കപ്പോളം തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. ഈ തേങ്ങ നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒതുക്കിയെടുക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ ജീരകവും കൂടെ ചേർത്തിട്ട് വേണം ഒതുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ജീരകം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ഒതുക്കിയെടുക്കുക. അടുത്തതായി നമുക്ക് വേണ്ടത് 4 വെളുത്തുള്ളി, 4 കുഞ്ഞുള്ളി, 1 പച്ചമുളക്. പച്ചമുളക് ഓപ്ഷണലാണ് കേട്ടോ, അത് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇത് നമുക്കൊന്ന് ഒരു ക്രഷറിൽ വെച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇതാ ഞാൻ ഇവിടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് പൊടി കുഴച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നെയ്യ് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, മുളകൊക്കെ ഇട്ട് കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് വാടി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഒന്ന് നുറുക്കി ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 2 ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിരിക്കുന്നത് അത് പൊടിയുടെ രീതി അനുസരിച്ചാണ്. ഞാൻ 2 ഗ്ലാസ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ സെയിം ഗ്ലാസ്സിൽ തന്നെ 2 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. വെള്ളം നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ പൊടി ഇട്ട് കൊടുക്കാവുള്ളൂ. ഇവിടെ ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച ആ ഗ്ലാസ്സിന് 2 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതും വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ എടുക്കേണ്ടത്. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. വെള്ളം എല്ലായിടത്തും എത്താൻ പറ്റാവുന്ന രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കണം. ഇനി നമുക്കിത് ചെറു ചൂടോടുകൂടി തന്നെ തണുക്കുന്നതിന് മുമ്പേ കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇപ്പോൾ ഇതെനിക്ക് കൈകൊണ്ട് തൊടാൻ പറ്റാവുന്ന രീതിയിലുള്ള ചൂടായിട്ടുണ്ട്. ഞാൻ ഇത് കുഴച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ കറുത്ത എള്ളു കൂടി ഒരല്പം ഇട്ട് കൊടുക്കുക. പിന്നെ ഞാനിവിടെ അല്പം റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ പത്തിരി അല്പം ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 2 സ്പൂൺ റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. നമുക്ക് വെള്ളം ആവശ്യമുണ്ടെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പക്ഷെ അത് നന്നായിട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിപ്പോൾ എനിക്ക് വെള്ളത്തിൻ്റെ ഇച്ചിരി കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നമ്മുടെ അരിപ്പൊടിയുടെ രീതി അനുസരിച്ചാണ് നമ്മുടെ ഈ വെള്ളത്തിൽ വ്യത്യാസം വരുന്നത് കേട്ടോ. ചില അരിപ്പൊടി ആകുമ്പോഴത്തേക്കും അതിന് കുറച്ചുകൂടെ കൂടുതൽ വെള്ളം ആവശ്യം വരും. ഇപ്പോൾ ഞാൻ ഇവിടെ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൃത്തിയാക്കിയ കിച്ചൺ കൗണ്ടർ ടോപ്പോ അല്ലെങ്കിൽ ഇതേപോലെ ചപ്പാത്തി പരത്തുന്ന കല്ലോ എന്ത് വേണേലും എടുക്കാം. അപ്പം ഞാനത് ഇതിൻ്റെ മേലെ വെച്ച് കൈകൊണ്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഒരുപാട് കട്ടി കുറയ്ക്കരുത്. ഏകദേശം ഒരു 1/2 ഇഞ്ച് കനത്തിൽ വേണം നമ്മൾ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ചപ്പാത്തി റോളർ ഉപയോഗിച്ച് എല്ലാ സ്ഥലവും ഒന്ന് ഈക്വൽ ആക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ. ഇനി നമുക്ക് ഒരു ഗ്ലാസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഗ്ലാസിൻ്റെ എഡ്ജിൽ അല്പം എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാനത് അപ്ലൈ ചെയ്യാൻ മറന്നുപോയിരുന്നു. അതുകൊണ്ടാണ് അത് കട്ട് ചെയ്തപ്പം പോരാൻ ഇച്ചിരി ബുദ്ധിമുട്ടായി തോന്നിയത്. ഇപ്പോൾ ഈസി ആയിട്ട് പോരുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗം ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ കണ്ടോ. ഇനി ബാക്കിയുള്ള ഭാഗം നമുക്ക് ഇതേപോലെ തന്നെ കുഴച്ചെടുത്ത് വീണ്ടും പരത്തി ഇതുപോലെ ഗ്ലാസ് കൊണ്ട് കട്ട് ചെയ്തെടുക്കണം. കണ്ടോ, ഇതിപ്പോൾ ഒരു 1/2 ഇഞ്ച് കനത്തിലാണ് ഞാനിത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതെല്ലാം എടുത്ത് മാറ്റി വയ്ക്കുക.
കണ്ടോ, ഞാനിപ്പം ഇതുപോലെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ എടുത്ത അളവിൽ തയ്യാറാക്കി എടുത്തപ്പോൾ ഒരു 20-22 എണ്ണം വരെ പത്തിരി നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു സെറ്റ് 3 എണ്ണമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കണം. മറിച്ചിട്ട് കൊടുക്കുക. ഇപ്പം ഞാനിത് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് തയ്യാറാക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം. ഹൈ ഫ്ലെയിം ആകുമ്പോഴത്തേക്കും അതിൻ്റെ പുറം വശം മാത്രം വേകും, ഉൾവശം വേവത്തില്ല. ഇനി ലോ ഫ്ലെയിം ആയി പോയി കഴിഞ്ഞാൽ ഒരുപാട് എണ്ണ കുടിക്കുകയും ചെയ്യും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഏകദേശം ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഞാനത് കോരിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി വീണ്ടും അടുത്ത സെറ്റ് ഇട്ട് കൊടുക്കാം. അടുത്ത സെറ്റിൽ ഞാൻ 4 എണ്ണ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മറിച്ചും തിരിച്ചും ഇട്ട് നമുക്ക് വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ നമ്മുടെ എണ്ണപ്പത്തിരി എന്ന് പറയുന്നത്. വളരെ ടേസ്റ്റിയാണ്. കണ്ടോ, ഇതും ഇപ്പം ഏകദേശം ബ്രൗൺ കളർ ആയിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. കണ്ടോ, അങ്ങനെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. മൂന്നാമത്തെ സെറ്റിൽ ഞാൻ 5 എണ്ണം വരെ ഇടുന്നുണ്ട് കേട്ടോ. കാരണം 3ഉം 4ഉം ഇട്ടപ്പോഴത്തേക്കും സ്പേസ് കുറച്ച് ബാലൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ ഈ പ്രാവശ്യം 5 എണ്ണം ഇടുന്നുണ്ട്. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ തിരിച്ചും മറിച്ചുമായിട്ട് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. നമ്മളങ്ങനെ ഇപ്പം എല്ലാം നമ്മുടെ എണ്ണപ്പത്തിരി എല്ലാം റെഡി ആയിട്ടുണ്ട്. കണ്ടോ, സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് കേട്ടോ എണ്ണപ്പത്തിരി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റായി അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ. താങ്ക് യു.